ചെയിൻ സ്പ്രോക്കറ്റ് നല്ല ലൈഫ് കൂടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പാളി മീൻസ് എനിക്കറിയാവുന്ന ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. പ്രോപ്പറായിട്ടുള്ളൊരു സംഭവം ഒന്നും, ഒരു ബോർഡോ ഒന്നുമില്ല, ഇത് 1 വേ ആണെന്നുള്ള ബോർഡില്ല. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സെറ്റപ്പിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ലൈക്ക് ഒരു വണ്ടീൻ്റെ വീഡിയോ, ഒരു വർക്ക്, ഇങ്ങനത്തെ ഒരു ഡെയിലി ഒബ്സർവേഷൻ എന്നുള്ള രീതിക്കുള്ള വീഡിയോ ഒക്കെ ഉണ്ടല്ലോ. നമ്മളിങ്ങനെ പാടത്തൊക്കെ നിന്ന് വീഡിയോ എടുക്കുന്നത്, ഇൻട്രോ എടുക്കുന്നത്, അതുപോലെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള രീതിക്കുള്ള വീഡിയോ ആഫ്റ്റർ ലോങ് ടൈം ആണെന്നാണ് എൻ്റെ ബലമായ സംശയം. കാരണം എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെ പഠിത്തമൊന്നും ചെയ്തതായിട്ട് ഓർമ്മയില്ലാത്ത പോലെയൊക്കെ ഫീൽ ആവാം. ഇതേ വണ്ടി നമ്മുടെ ജെസിലിൻ്റെ വണ്ടിയാണ്, ജെസിലിൻ്റെ MT-15. കുറച്ചധികം വൃത്തിയോടെ കിടക്കുവാണ്. ഇതേ കണ്ടോ, കഴുകാനൊക്കെ ആയിട്ടുണ്ട്. അപ്പം വർക്ക് ചെയ്ത ശേഷം കഴുകാമെന്നുള്ള പ്ലാനാണെന്ന് തോന്നുന്നുണ്ട് അവൻ്റെ. പിന്നെ ഇതിൻ്റെ ടയറൊക്കെ ഓൾമോസ്റ്റ് ഡണ്ണാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നതാണ്. ടയർ മാറ്റാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റണം, അതാണ്. അപ്പോൾ സാധനം ഇതേ നമ്മുടെ കയ്യിലുണ്ട്. MT-15 റോളോൻ്റെ ചെയിൻ കിറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടിൻ്റെ ചെയിൻ കിറ്റ് എന്ന് പറയുമ്പോൾ റോളോൻ്റെ സാധനമാണ്. ഇതിന് ഏകദേശം 2 ആ റേഞ്ച് ഉണ്ട്. ഇതിലിപ്പോൾ നിലവിലെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സംഭവം മാറ്റുന്നത്. അതായത് ഈ ഒരു ചെയിൻ കിറ്റ് മാറ്റുന്ന ആദ്യമായിട്ടാണ്. വണ്ടി വാങ്ങിച്ചിട്ട് ഇത് അവൻ ഫ്രഷ് എടുത്ത വണ്ടിയാണ്. അപ്പോൾ ഏകദേശം ആദ്യത്തെ ചെയിൻ കിറ്റ് നമുക്ക് എത്രത്തോളം കിട്ടിയെന്ന് നോക്കാം. ഓട്ടോ 16,000, ഇത് കണ്ടോ, 16,300 സംതിങ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഒരു 20,000 വരെയൊക്കെ കിട്ടും. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്, ഒന്നും കൂടെ കെയർ ചെയ്ത് കൊണ്ടുവന്നാൽ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക, പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് ലൂബ് ചെയ്യുക. ഈ ഒരു സംഭവം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലും കൂടുതൽ കിട്ടും. പക്ഷേ ഇവൻ്റെ കേസിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവന് നോർമൽ ഷോപ്പിൽ നിന്നൊക്കെയാണ് ചെയിൻ ടൈറ്റ് ചെയ്യാറ്. അപ്പോൾ അതൊരു ഭയങ്കര ഇഷ്യൂ ആണ്. എല്ലാവരെ കൊണ്ടും ചെയിനൊക്കെ തൊടിപ്പിക്കും. അപ്പോൾ അത് ഭയങ്കര ഇഷ്യൂ ആണ്. ഞാൻ ഇവിടെ നിന്ന് ചെയിൻ ലൂസായി കഴിഞ്ഞാൽ കോഴിക്കോട് വരെ ചെയിൻ ടൈറ്റ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ വണ്ടി കൊണ്ടുവന്നാൽ നമുക്ക് അത്രയും അതിൻ്റെ സംഭവങ്ങൾക്കൊക്കെ ലൈഫ് കിട്ടും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യമൊക്കെ ശ്രദ്ധിക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ ചെയിൻ കിറ്റ് മാറ്റാൻ വേണ്ടി പോവാണ്. ചെയിൻ കിറ്റ് മാത്രം വാങ്ങിച്ചാൽ പോരാ, നമുക്ക് അതിൻ്റെ കൂടെ ഒരു ബുഷ് ഉണ്ട്, ഡാംബർ ബുഷ്, എന്തൊരു പേര്. അതായത് ഈ ഒരു ചെയിനിൻ്റെ ഈ ഒരു ഹബിൻ്റെ ഈ ഒരു സൈഡിനകത്ത് വരുന്നൊരു സാധനമാണ്. അപ്പോൾ ആ ഒരു ബുഷ് കൂടെ നമുക്ക് വാങ്ങണം. ഒരു റബ്ബർ ബുഷാണ്, ചെയിനിൻ്റെ സ്പ്രോക്കറ്റ് ഇടുന്ന ഒരു സ്പോട്ടിലുള്ള റബ്ബർ ബുഷ്. അപ്പോൾ എന്തായാലും നമുക്ക് അതും കൂടെ റോയലിൽ പോയി വാങ്ങിയിട്ട് നേരെ പാണമ്പ്ര പോയേക്കാം. അനീസിന് കുറേ വിളിച്ചിട്ടുണ്ട്, പക്ഷേ ഓന് കോൾ എടുക്കുന്നില്ല. ഓന് കോൾ എടുക്കാതെ അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓൻ അവിടെ ഉണ്ടാവില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും വർക്കിൻ്റെ ബിസിയിലോ അവന് കോൾ അറ്റൻഡ് ചെയ്യാത്ത കാരണം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നല്ല ചേഞ്ച് വരും കേട്ടോ. ഈ ഒരു ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റാനായിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓടിക്കാനൊക്കെ ഭയങ്കര സുഖമായിരിക്കും. ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഒരു ചെയിൻ അടി സൗണ്ട്, ഒരു നാക്കില്ലാത്തൊരു സംഭവം പോലെ ഉണ്ടാവും. പക്ഷെ അത് മാറ്റി കഴിഞ്ഞാൽ അതങ്ങ് ഓക്കെ ആവും. അതുപോലെ ഈ ഒരു ടയറും കൂടെ മാറ്റി കഴിഞ്ഞാൽ ഒന്നും കൂടെ സെറ്റ് ആവും. ജെസിലിൻ്റെ കയ്യിലാണ് നമ്മുടെ സ്പ്ലെൻഡർ. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ കൊണ്ടുതന്നെയാണ്. അവനക്ക് ഈ ഒരു ഫീൽഡൊന്നും വലിയ പരിചയമില്ല. അപ്പോൾ ചുമ്മാ ഇങ്ങനെ എനിക്കൊരു വ്ളോഗാവും ആ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ അവൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റെടുത്തു, അത്രേ ഉള്ളൂ. സ്പ്രോക്കറ്റ് മാറ്റുമ്പോൾ ആ ഒരു ബുഷും കൂടെ മാറ്റി കൊടുക്കുക എന്നുള്ളത് അതിൽ പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ വൃത്തിക്ക് തന്നെയാണ് നമ്മൾ മാറ്റുന്നത്. സോ നമ്മളെന്തായാലും പരിപാടിക്ക് പോവാണ്. നമ്മുടെ റോയൽ ഇവിടെ നിന്ന് വാങ്ങിക്കാനുള്ള സാധനം വാങ്ങിച്ചു കിട്ടും. അതായത് ആ ഒരു ബുഷ് അത് നമുക്ക് ഒറിജിനലിനെ കിട്ടി. അതിൻ്റെ പ്രൈസ് വരുന്നത് 150 ആണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകാം. ഇപ്പോൾ തന്നെ ഏകദേശം 2:30 ആയിട്ടോ. അപ്പോൾ ഇന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. പോയി നോക്കിയാലല്ലേ കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളെ പോലെ ബൈക്ക് ഇല്ലീഗലാണ്. പക്ഷേ NHൻ്റെ എന്താ പറയുക, അവർ പറയുന്നത് എങ്ങനെയാ വെച്ചാൽ ഈ റോഡ് 2 വേ ആണെന്നാണ്. പക്ഷേ ഇതിപ്പോഴും അറിയാത്ത ഈ അങ്കിളൊന്നില്ലേ, അങ്കിളൊക്കെ ഉണ്ടല്ലേ, ഭയങ്കര എന്താ പറയുക, എന്തോ ഒരു റഫായിട്ട് നമ്മളെന്തോ തെറ്റ് ചെയ്ത പോലെ, റോങ് വരുന്ന പോലെ. പക്ഷെ എനിക്കും തോന്നിയിന് ആദ്യമൊക്കെ ഇത് സിംഗിളാണ്, 1 വേ ആണ് എന്നൊക്കെ. പക്ഷേ പിന്നെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് നമ്മളിപ്പോൾ പോണ ഈ ഒരു സർവീസ് റോഡ് ശരിക്കും പറഞ്ഞാൽ 2 വേ ആണ്, അത് 1 വേ അല്ല. ഞാനാദ്യം 1 വേ ആണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് 2 വേ ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അവരങ്ങനെയാണ് ഈ ഒരു റോഡിനെ പ്രഖ്യാപിച്ചതെന്നൊക്കെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സംഭവം ഒന്നും, ഒരു ബോർഡോ ഒന്നുമില്ല. ഇത് 1 വേ ആണെന്നുള്ള ബോർഡില്ല, അതല്ല ഇനി ഇത് 2 വേ ആണെന്നുള്ളൊരു ബോർഡും ഇല്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു റോഡ് എന്തായിരിക്കും? നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ, ഇവരുള്ളവരുണ്ടാവുമല്ലോ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ. അപ്പോൾ അവരൊക്കെ ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു റോഡ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് 2 വേ ആണ്. ഒന്നങ്ങോട്ടും ഒന്നിങ്ങോട്ടും ആയിട്ടുള്ള 2 വേ ആയിട്ടുള്ള റോഡാണ് ഈ ഒരു റോഡ്. അങ്ങനെയാണ് അവർ പ്രഖ്യാപിച്ചതെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടത്. അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞുതരാം, അതിനെക്കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വണ്ടിൻ്റെ ടയർ തീർന്നത്
നല്ല വൃത്തിക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മളെവിടെയൊക്കെ നിർത്തിയിട്ട് എടുക്കുന്ന സമയത്ത് ടയർ മൊട്ടയാണെന്നുള്ള കാര്യം നല്ല അന്തസ്സായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അത് ആ ഒരു സ്ലിപ്പാവുന്ന പോലെ ഫീൽ ആവുന്നുണ്ട്. പക്കാ മൊട്ട ആയതുകൊണ്ടാണത്. കണ്ടോ, ആ ഒരു സ്റ്റാർട്ടിങ് എടുക്കുന്ന സമയത്ത് വണ്ടി ഇങ്ങനെ സ്ലിപ്പായി പോകുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. ഈ ഒരു സമയത്തൊക്കെ ഭയങ്കര അപകട സാധ്യത കൂടുതലുള്ള സമയമാണ്. നമ്മളെത്ര കെയർ ചെയ്ത് ഓടിച്ചാലും ടയർ മോശമായ സ്ഥിതിക്ക് വണ്ടി പാളി പോകാൻ ചാൻസ് ഉണ്ട്. സോ വളരെ സ്പീഡ് കുറച്ച് തന്നെ ഓടിക്കുക. അങ്ങനെ നമ്മുടെ വണ്ടീൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. പരിപാടിയെല്ലാം കഴിഞ്ഞപ്പം ഭയങ്കര സുഖമുണ്ട് ഓടിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു ചേഞ്ച് ഉണ്ട്, പക്ഷെ ആ ഒരു ടയർ മോശമായ സ്ഥിതിക്ക് ആ ഒരു ചേഞ്ച് അത്രയ്ക്ക് കൊണ്ട് ഫീൽ ആവണില്ല കേട്ടോ. അതായത് ആ ഒരു പ്രോപ്പർ ഔട്ട് ഇങ്ങോട്ട് നമുക്ക് കിട്ടുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് എനിക്ക് നേരത്തെ ബിഫോർ ആഫ്റ്റർ ഞാൻ ഓടിച്ചാണല്ലോ, അപ്പോൾ അത് വെച്ച് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്കും എന്താ പറയുക, നോർമലി ഞാൻ സ്പ്ലെൻഡറിലും വേറെ ഏത് വണ്ടിയിലും ഇതുവരെ ജെൻ സ്പ്രോക്കറ്റ് മാറ്റിയ ശേഷമൊക്കെ ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക സ്മൂത്ത് വരാറുണ്ട്. പക്ഷെ അത് ആ ഒരു സൗണ്ടിൻ്റെ ഭാഗത്തുനിന്നും ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ഭാഗത്തുനിന്നൊക്കെ എനിക്കത് ഫീൽ ആവുന്നുണ്ട്. ആ ഒരു ചേഞ്ച് ഫീൽ ആവുന്നുണ്ട്. ബട്ട് ആ ഒരു ബാക്കിലത്തെ ആ ഒരു ടയറിൻ്റെ ഒരു പൊളച്ചിൽ ഇങ്ങനെ ഫീൽ ആവണതുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീക്ക് തന്നെ ഇതിൻ്റെ ടയർ മാറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും നമ്മൾ ഇടുന്നുണ്ട്. ഞാൻ തന്നെ ആയിരിക്കും മിക്കവാറും പോയി മാറ്റി കൊണ്ടുവരുന്നത്. ഇവിടെ മറഫെന്നോ അല്ലെങ്കിൽ പരപ്പനങ്ങാടി നമ്മൾ മുമ്പ് പോയില്ലേ ബോംബെ ടയേഴ്സ്, അവിടെ നിന്ന് എവിടുന്നേലൊക്കെ ആയിട്ടായിരിക്കും മാറ്റുന്നത്. ഈ ഒരു ചെറിയ വീഡിയോ ചുമ്മാ ഒരു വ്ളോഗ് മാത്രമാക്കണ്ട, ഞാൻ കുറച്ച് ഐഡിയാസ് പറഞ്ഞുതരാം. അതായത് ചെയിൻ സ്പ്രോക്കറ്റ് നല്ല ലൈഫ് കൂടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പാളി മീൻസ് എനിക്ക് അറിയാവുന്ന, ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്ന, നല്ല പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. 1-2 കാര്യമുള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ചെയിന് ടൈറ്റ് ചെയ്യുമ്പം പ്രോപ്പറായിട്ട് നല്ല വൃത്തിക്ക് തന്നെ ടൈറ്റ് ചെയ്യുക കേട്ടോ. അതായത് ഈ വണ്ടിയെക്കുറിച്ച് ഈ വണ്ടി എന്നല്ല ഏതൊരു വണ്ടിയായാലും വണ്ടിയെക്കുറിച്ച് അറിയാത്തവരായിട്ടും അതുപോലെ കുറച്ചും കൂടി അടിപൊളി നല്ല വർക്ക്ഷോപ്പിൽ പോയിട്ട് കാണിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ടൈറ്റ് ആക്കുന്ന ആ ഒരു പൊസിഷനിൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ ഈ ഒരു വണ്ടി തന്നെ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇതിൻ്റെ ഞാൻ ആദ്യമൊക്കെ ഊട്ടിയൊക്കെ പോയി വണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്തൊന്നും ഒരു പ്രശ്നമില്ലാത്ത ഇവനോട് തന്നെ ഞാൻ പറയാറുണ്ട്, ഇത് ടൈറ്റ് ആക്കുമ്പം നല്ലൊരു ഷോപ്പ് തന്നെ കൊണ്ടുപോയി ടൈറ്റ് ചെയ്തോ. ഇത് ടൈറ്റ് കൂടുതലും ഒരു സൈഡ് കുറവ് വന്നാണ്ട് ഇതിൻ്റെ അലൈൻമെൻറ്റിന് പ്രശ്നം വരുമ്പോഴാണ് ഈ ഒരു ചെയിൻ സ്പ്രോക്കറ്റിന് ബെൻഡ് സംഭവിക്കുക. സ്പ്രോക്കറ്റ് ബെൻഡാവും. അങ്ങനെ സ്പ്രോക്കറ്റ് ബെൻഡായിട്ട് ഒരുമാതിരി സംഭവം. അതാണ് ഈ ഒരു വണ്ടിയിലും ശരിക്കും സംഭവിച്ചത്. ഈ ഒരു വണ്ടിയിലും ഇനി ഓടാമായിരുന്നു, പക്ഷേ ഈ ഒരു സ്പ്രോക്കറ്റ് ബെൻഡായ കാരണം ഈ ഒരു സ്റ്റാൻഡിൽ നിൽക്കുകയാണെങ്കിൽ ടൈറ്റ് ആയിരിക്കും. 1 മീറ്ററൊക്കെ വണ്ടി മുന്നിൽ പോയി കഴിഞ്ഞാൽ ചെയിൻ ഭയങ്കര ലൂസായിരിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ സ്പ്രോക്കറ്റ് ബെൻഡാവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ നല്ല വൃത്തിക്കുള്ള ഒരു സ്പോട്ടിൽ പോയിട്ട് ടൈറ്റ് ആക്കാത്തതാണ്. ഒന്നെങ്കിൽ ഷോറൂമിൽ എൻ്റെ ആർച്ചൊക്കെ ഞാൻ വൃത്തിക്ക് എല്ലാ ടൈറ്റിനും ഒരു പ്രാവശ്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ചെയിൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ക്ലീനിങ്ങിൻ്റെ ബ്രഷ് അറിയാണ്ട് സ്പ്രോക്കറ്റിൻ്റെ ഇടയിൽ കുടുങ്ങി. നമ്മൾ വിരലൊക്കെ കൊടുങ്ങില്ല ചെയിൻ്റെ ഇടയിൽ, അതുപോലെ സ്പ്രോക്കറ്റിൻ്റെ ഇടയിൽ ബ്രഷ് കുടുങ്ങിയപ്പം അത് ചെയിന് ലൂസായി ചെറുതായിട്ട്. അപ്പോൾ എനിക്കിങ്ങനെ എന്തൊക്കെയോ ആകെ ടെൻഷനായി. അത് ഞാൻ നേരെ ഇവിടുന്ന് കോഴിക്കോട് പോയിട്ടാണ് ടൈറ്റ് ആക്കി. ഒരു ട്രിപ്പ് പോകുന്ന സമയത്താണെന്ന് തോന്നുന്നുണ്ട്. ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് വണ്ടി കഴിക്കുന്ന സമയത്ത് ആ ട്രിപ്പ് പോകുമ്പോൾ തന്നെ നേരെ ആദ്യം കോഴിക്കോട് പോയിട്ടാണ് ഞാൻ ടൈറ്റ് ചെയ്ത ശേഷമാണ് ട്രിപ്പ് പോയത്. ആദ്യം തന്നെ നേരെ ഷോറൂമിൽ പോയത്. അതിന് ഞാൻ ഇവിടെ നിന്ന് എനിക്ക് 30 കിലോമീറ്റർ പോയിട്ടാണ് ഷോറൂമിൽ. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ നോക്കണം. എനിക്ക് അതിനുള്ള ബെനിഫിറ്റ് കാണുന്നുണ്ട്. അതായത് എനിക്ക് അതിനുള്ള റിസൾട്ട് കാണുന്നുണ്ട് എൻ്റെ വണ്ടിയിൽ. എൻ്റെ ചെയിൻ സ്പ്രോക്കറ്റൊന്നും അത്രയ്ക്ക് പെട്ടെന്ന് ടൈറ്റ് ആക്കേണ്ടി വരാറില്ല എനിക്ക്. അതായത് അവിടുന്ന് ഞാൻ ടൈറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ 500 കിലോമീറ്ററിലും ചെയിൻ ക്ലീൻ ചെയ്യും. ഞാൻ തന്നെ ലൂബ് ചെയ്യും. ഒരു ലൂബിൻ്റെ ബോട്ടിൽ എനിക്ക് ഏകദേശം 2 പ്രാവശ്യം ലൂബ് ചെയ്യാനൊക്കെ തികയാറുണ്ട്. 3-മത്തേതിന് ഉണ്ടാവും, പക്ഷേ കംപ്ലീറ്റ് ആവില്ല. 3-മത്തേത് ലൂബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ബോട്ടിൽ വാങ്ങിയിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം കംപ്ലീറ്റ് ആവാറ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് 500 കിലോമീറ്റർ ആകുമ്പോൾ പ്രോപ്പറായിട്ട് എന്താ ചെയ്യുക, ചെയിൻ ക്ലീൻ ചെയ്യുക, അതുപോലെ ലൂബ് ചെയ്യുക. ആ 2 കാര്യം വൃത്തിക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ, അതായത് ടൈറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഷോപ്പിൽ പോയിട്ട് കുറച്ച് എക്സ്പെർട്ടായിട്ടുള്ള ആരെയും കൊണ്ട് ടൈറ്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ ഷോറൂമിൽ തന്നെ പോയി ടൈറ്റ് ചെയ്യാം. അതൊന്ന്. 2-മത്തെ പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു ടൈമിന് ചെയിന് മെയിൻറ്റെയിൻ ചെയ്യുക, ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ 2 കാര്യങ്ങൾ വൃത്തിക്ക് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളെ ചെയിന് നല്ല ലൈഫ് കിട്ടും. പിന്നെ ഈ ഒരു ഡ്രൈവിനനുസരിച്ചൊക്കെ ഉണ്ടാവും കേട്ടോ ബാക്കിയുള്ളത്. ഇത് എപ്പോഴും ഭയങ്കര എന്താ പറയുക RPM എപ്പോഴും അതേ ഫ്ലോയിൽ പോവുകയാണെങ്കിലൊക്കെ ഒരു പക്ഷേ ചെറിയ രീതിക്ക് കുറയാണ്ട്, എന്നാലും അങ്ങനെയൊക്കെ കുറയണതിനൊക്കെ ഒരു കണക്കുണ്ട്. പക്ഷേ ഏറ്റവും മെയിൻ ഈ ഒരു 2 സംഭവമാണെന്നാണ് ഞാൻ പറയാനുള്ളത്. അപ്പോൾ ഞാൻ ജസീലിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഞാൻ അവനും കൊണ്ടുപോയിട്ട് സംസാരിക്കാം. നമ്മളെ സ്പ്ലെൻഡർ കണ്ടാ, ഇതവൻ്റെ ഏട്ടൻ്റെ ഡ്യൂക്ക്, നമ്മുടെ സ്പ്ലെൻഡർ, അതാണ് അവൻ്റെ വീട്.